ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അപർണ വന്നോ? ഇല്ല സർ. ഫോണിൽ ട്രൈ. സിറ്റി ഇപ്പൊ വന്നേ ഉള്ളൂ. ഇല്ലില്ല, അപർണയൊന്നും കൂടെയില്ല. ഗുഡ് മോർണിംഗ് സർ. ഒറ്റയ്ക്കാ വന്നേക്കുന്നേ. ചേച്ചി ശരിക്കും അപർണ വരാതിരിക്കാനേ എന്തെങ്കിലും വഴി ഒപ്പിച്ചിട്ടുണ്ടോ? എന്നോട് പറ. സർ, പ്രസന്റേഷന് വേണ്ടി നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയമായി. സേതുപതി സാറ് കോൺഫറൻസ് ഹാളിൽ വെയിറ്റ് ചെയ്യുവാണ്. റെഡിയാണോ എന്ന് ചോദിച്ചു. ഡിസൈൻസ് കൈ കിട്ടാതെ ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യും? അവളെവിടെ? അപർണ വിളിക്കേ. ദേ സാറേ, കോൺഫറൻസ് ഹാളിലെ എല്ലാരും സാറിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മിസ്റ്റർ റോയ് വന്നു. എത്തി. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടേ. റോയ് സാറേ, 1 മണിക്കൂർ ടൈമേ നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ. 10 minutes, ഞാൻ എത്തിക്കോളാം. താൻ ചെല്ല്. അപർണ വന്നാ? വരും സർ, ചെല്ലാൻ നോക്ക്. വരോ? സർ, ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു. ചിലപ്പോ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെങ്കിലോ? എന്തായാലും ഫോൺ എടുത്ത് എവിടെ എത്തിയെന്നൊന്ന് അപ്ഡേറ്റ് ചെയ്തൂടെ? അതനുസരിച്ച് എനിക്ക് പ്രസന്റേഷൻ പ്ലാൻ ചെയ്യാലോ. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? നോക്കട്ടെ. ഒന്ന് നോക്കൂ. കണ്ടിട്ടൊരു പരിചയമില്ല. കോള് വരുന്നുണ്ട്. അവള് കട്ട് ചെയ്യാണല്ലോ കോള്. കട്ട് ചെയ്തോ? ചേട്ടാ, ഒന്നുകൂടെ ഒന്ന് നോക്കൂ. ഞാൻ ഇന്നലെ ന്യൂസിൽ കണ്ടതാ. ഈ പരിസരത്തായിരുന്നു. ഒന്ന് നോക്കൂ, എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോന്ന്. ഞാൻ കണ്ടിട്ടില്ല. കോള് വരുന്നുണ്ട്. കണ്ടിട്ടില്ലെന്ന് ഉറപ്പല്ലേ? അതെ. നമ്മൾ വെയിറ്റിംഗ് എന്നുള്ള മെസ്സേജ് കൊടുത്തിരുന്നു. ഞാൻ മെസ്സേജസ് കുറെ കൊടുത്തിരുന്നു. ഇന്നലെ രാത്രി, ഇന്ന് രാവിലെ, ഇപ്പൊ കൂടി. ബട്ട് നോ റിപ്ലൈ. അവള് മനഃപൂർവ്വം നമ്മളെ കുഴപ്പിക്കുകയാണല്ലോ. സർ, നമ്മുടെ പ്രസന്റേഷൻ മുടക്കാൻ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഇനി അങ്ങനെ വല്ലതും?
സോണി, ആ കുട്ടിയുടെ വേറെ വല്ല നമ്പർ ഉണ്ടോ? റെസിഡൻഷ്യൽ അഡ്രസ് മാത്രമേ ഉള്ളൂ സർ, ലാൻഡ് നമ്പർ ഇല്ല. ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലല്ലോ. സിദ്ധു, എന്താ ഇത്? ഇതാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി. പപ്പ, ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കോ. മോർ ദൻ ഹാഫ് ആൻ അവർ ആയി. ഐ എം വെയിറ്റിംഗ് ഫോർ യു. നോ റെസ്പോൺസ്, നോ റിപ്ലൈ. മിസ്റ്റർ റോയ് എന്നെക്കാൾ 5 മിനിറ്റ്സ് നേരത്തെ എത്തി, അതും ഷാർജയെന്ന്. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത മിസ്റ്റർ റോയിയോട് ഞാൻ എന്ത് സമാധാനം പറയും? റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് സൊണാലിയുടെ പാരമ്പര്യമല്ല. പപ്പ, അത് എനിക്കൊരു ഹാഫ് ആൻ അവർ ടൈം കിട്ടിയാൽ മതി. ഡിസൈനർ അപർണ ഇപ്പൊ എത്തും. ഹ, എന്ത് റെസ്പോൺസിബിലിറ്റിയാ നിന്റെ ഡിസൈനർക്കുള്ളത്? ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മീറ്റിംഗ് നടക്കുമ്പോ നേരത്തെ കൂടി പ്രിപ്പയർഡ് ആവണ്ടേ? രണ്ടുപേർക്ക് ഞാനൊരു അവസരം തന്നതാ, അവരവർക്ക് പ്രൂവ് ചെയ്യാനുള്ള അവസരം. അത് നീ നശിപ്പിച്ചു. നിനക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഫ്യൂച്ചറിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും നീ. മൈ എക്സ്പീരിയൻസ് സേസ്. We cannot waste any more time. Okay? Next presentation readyയാണ്, ഭാവനയുടെ. And we will show that to the client. Come on. നിന്റെ ഈഗോയും അരഗൻസും നിന്റെ ടാലന്റിനെ നശിപ്പിക്കും. ഇത് ഞാൻ എപ്പോഴും നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. വാ സിദ്ധു, ഇവിടെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് നിന്റെ പ്രസന്റേഷൻ പൊളിക്കാൻ. കേസിനുള്ള വകുപ്പുണ്ട്, 120B. രാത്രി വന്നിട്ട് പറയാം. രാഷ്ട്രീയ നിലപാട് പറയേണ്ടി വരും എന്റെ പാർട്ടിയോട്. ഓക്കെ? സർ, അപർണയുടെ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. ഐ എം സോറി സർ, വീട്ടിലെനിക്ക് പ്രൈവസിയാണ് വേണ്ടത്. ഓഫീസിലെ ബർഡൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഓഫീസിലെ വർക്ക് അതിവിടെ വെച്ച് തന്നെ ഫിനിഷ് ചെയ്യണം. അതാണ് എന്റെ ശീലം. അവളെ വിശ്വസിച്ചൊന്ന് ഏൽപ്പിക്കണ്ടായിരുന്നു.
ഇതിനും വലിയ ഓന് ജീവിതത്തിൽ കിട്ടാനില്ല. നീ എവിടെയാ എന്റെ ബാലു? ഇന്നലെ ടിവിയിൽ ഞാൻ നിന്നെ വ്യക്തമായി കണ്ടതല്ലേ? അത് നീ തന്നെ അല്ലായിരുന്നോ? അതോ നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാണോ? എന്റെ ഭഗവാനെ, രാവിലെ മുതൽ ഞാൻ ബാലുവിനെ തിരഞ്ഞു നടക്കും. എത്ര പേരെ കണ്ടു, എത്ര പേരോട് അന്വേഷിച്ചു. ബാലുവിനെ കുറിച്ച് മാത്രം ഒരറിവുമില്ല. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന? അവനെ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ കൈ പിടിച്ച് നേരെ ആമയുടെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തുമായിരുന്നു. ആമയ്ക്ക് നഷ്ടപ്പെട്ടു പോയ മകനെയും എനിക്കെന്റെ ബാലുവിനെയും തിരിച്ചു കിട്ടിയന്. ഭഗവാനെ, എന്നോട് അല്പമെങ്കിലും കരുണ കാണിക്കണേ.
എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? കടപ്പുറത്തുനിന്ന് കാറ്റും കൊണ്ട് സൂചിച്ചിരിക്കാമെന്നാണോ? സർ അത് യു ഹാവ് എനി റെസ്പോൺസിബിലിറ്റി? പ്രൊഫഷണലിസം വേണമെന്നൊന്നും ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് മര്യാദ അതുപോലും ഇല്ലാതെ പോയല്ലോ നിനക്ക്. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം എത്ര ക്രൂഷ്യൽ ആയിരുന്നു എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് എങ്ങനെ തനിക്ക് അത് ചെയ്യാൻ തോന്നിയോ? എല്ലാം എന്റെ തെറ്റാ. തന്നെ ഞാൻ അത്രയധികം വിശ്വസിച്ചു പോയി. താൻ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. തന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചതോ? ഒരിക്കലെങ്കിലും ഫോൺ എടുത്ത് ഒന്ന് റിപ്ലൈ ചെയ്തോടായിരുന്നു. 2 or 3 seconds പോലും എനിക്ക് വേണ്ടി തനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എന്നിട്ടൊന്നും അറിയാത്ത പോലെ കടപ്പുറത്തും വന്ന് കാറ്റും കൊണ്ട് നിൽക്കുന്നു. ആൻസർ മീ. സർ, ഇന്നലെ രാത്രിയിലെ ടിവിയിലോ? എന്താ ടിവിയില്? എന്താ മെഗാ ഷോ ഉണ്ടായിരുന്നോ? സർ, അത് പറഞ്ഞോട്ട്. എടോ, വലിയ വലിയ വർത്താനങ്ങൾ പറയാനും പ്രോമിസ് ചെയ്യാനും ആരെയും കൊണ്ടും പറ്റും. പക്ഷെ ഇതൊക്കെ ഫുൾഫിൽ ചെയ്യാനേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എത്തിക്സും വാല്യൂസും ഉള്ളവർക്കെ പറ്റൂ. ഇയാൾക്ക് സാധിക്കാത്തതോ അതാ. അപർണ, സൊനാലിയിലെ പ്രസ്റ്റീജിയസ് ജോബിന് വേണ്ടിയിട്ട് 100 കണക്കിന് ഡിസൈനേഴ്സ് കാത്തു നിൽക്കുക. അവരെ പോലെ ഒന്നും കഷ്ടപ്പെടാതെ ഒരു സ്റ്റാർട്ടും കിട്ടിയപ്പോ വലിയ ആളായി പോയിന്നൊരു ഭാവം ഉണ്ടാവും അല്ലേ? സർ, എനിക്ക് പറയാനൊരു അവസരം എന്താ? പ്ലീസ്, ഐ വിൽ എക്സ്പ്ലെയിൻ. എന്താ എക്സ്പ്ലനേഷൻ? എന്താ തനിക്ക് പറയാനുള്ളേ? വെറും പെറ്റി സില്ലി എക്സ്ക്യൂസസ് അതല്ലേ തനിക്ക് പറയാനുള്ളൂ? നോ, നെവർ. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ എന്തിനാ ഇവിടെ വന്നെന്ന് സാറിനറിയോ? സാറ് പറഞ്ഞതുപോലെ കാറ്റ് കൊള്ളാനോ കടലിന്റെ ഭംഗി കാണാനോ ഒന്നും അല്ല. അതിനുള്ള മാനസികാവസ്ഥയിലും അല്ല ഞാൻ. സാറിനറിയോ, മരിച്ചുപോയി എന്ന് കരുതി എന്റെ ബാലുവിനെ ഞാൻ ഇന്നലെ ടിവിയിൽ കണ്ടു. ന്യൂസില് റിപ്പോർട്ടറുടെ പുറകിലൂടെ ബാലു നടന്നു പോകുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. രാവിലെ മുതൽ ഇവിടെ വന്ന് കണ്ടവരോടൊക്കെ ബാലുവിനെ പറ്റി അന്വേഷിക്കുമായിരുന്നു. എല്ലാവരെയും അവന്റെ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നതിനിടയിലാ സാറിന്റെ കോള് വന്നത്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതാണ് നിന്റെ പ്രശ്നം. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് ഓഫീസിൽ ജോയിൻ ചെയ്ത ആ നിമിഷം മുതൽ ഞാൻ പറയുന്ന പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെ മനസ്സിൽ ചുമന്നുകൊണ്ട് കിടക്കരുത്. അത് മനസ്സിലാക്കുന്ന നീ ആദ്യം. അതെ, ഇയാൾ ഇപ്പോഴും ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത്. ഏതോ ഇമാജിനറി വേൾഡിലാ. താനെ റിയാലിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി വാ. അങ്ങനെ വരാത്തോണ്ടാ കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ജീവിച്ചിരിക്കാത്ത ഒരാളെ തേടി ഇങ്ങനെ സങ്കടപ്പെട്ട് അലഞ്ഞെരിഞ്ഞ് നടക്കുന്നേ. ഇല്ലാത്ത കറുത്ത പൂച്ചെ ഇരുട്ടുമുറിയിൽ തെരയുന്ന ഡൗൺറൈറ്റ് ഫൂളാ നീ. അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലല്ലോ നിനക്ക്. അതെ, ജസ്റ്റ് സജഷൻ. തനിക്ക് കഴിഞ്ഞതെല്ലാം മറക്കണമെങ്കിൽ താൻ തന്റെ മനസ്സിനെ കരിങ്കല്ല് പോലെ സ്ട്രോങ് ആക്കണം. എങ്കിൽ ഒരു സങ്കടങ്ങളും തന്നെ ബാധിക്കില്ല. തന്റെ മനസ്സ് ഫ്രീ ആവും. അതെങ്ങനെ? തന്നെ കണ്ടത് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. തന്റെ ക്യാരക്ടർ അതാ. തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. താൻ എന്നെ പഠിപ്പിച്ചു തന്നെ പോലെയുള്ളവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുതെന്ന്. തന്റെ ഈ സ്വഭാവം എനിക്ക് സമ്മാനിച്ചതേ ഒരിക്കലും ജീവിതത്തിൽ ഓർക്കാനാവാത്ത നിമിഷങ്ങളാ. സിദ്ധാർത്ഥ എന്ന കൊടുമുടി ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉരുകി ഒലിച്ചില്ലാതായ ദിവസം. എന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ ഒന്നും അല്ലാത്തവനായി. എനിക്ക് വലിയ പരാജയം എറിഞ്ഞു തന്നിട്ട് കടപ്പുറത്ത് നിന്ന് കാറ്റ് കൊണ്ടോ നീ? ഒന്ന് നിന്നെ. എനിക്കുണ്ട് പറയാൻ മറുപടി. അത് കേട്ടിട്ട് പോയാ മതി. അയ്യോ വേണ്ട. നീ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. നിന്നെ പോലൊരു പെണ്ണിന്റെ വാക്ക് വിശ്വസിക്കാനേ പാടില്ല. അതും എനിക്കൊരു പാഠമാണ്.